ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നത് നമ്മുടെ SBI ക്ലർക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സാം ആവാനായി ഫെബ്രുവരി 22, 27, 28 മാർച്ച് 1 എക്സാം നടക്കുന്നത്. അപ്പോൾ എക്സാം ആവാനായി. അപ്പോൾ 4 ദിവസം 4 ഷിഫ്റ്റുകളിലായിട്ടാണ് നടക്കുന്നത്. ഇപ്രാവശ്യം കുറച്ച് വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെ അതിലധികം ആപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ നോർമലൈസേഷൻ വരും. നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അക്യുറസിയിൽ മാത്രം ചെയ്താൽ മതി, വേറെ ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ ലാസ്റ്റ് വീക്കിലൊരു സ്ട്രാറ്റജി വീഡിയോ പോലെയാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി മോക്ക് എടുക്കണം. ഡെയിലി 2 to 3 മോക്ക്സ് എന്തായാലും പ്രിലിംസ് മോക്ക് എടുക്കണം. മിനിമം 2 മോക്ക് എന്തായാലും വേണം. 3-ൽ കൂടുതൽ മോക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. ഈ 2 മോക്ക് എടുക്കുന്നത് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഫുൾ നമ്മൾ അനാലിസിസ് ചെയ്യണം. അനാലിസിസാണ് ഇതിൻ്റെ മെയിൻ കാര്യം വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഏത് ഏരിയയിലെ വീക്ക് അതിൻ്റെ ഒരു സെക്ഷണൽ ടെസ്റ്റ് കൊടുക്കുക. ഈ 2 എക്സാം ചെയ്യുന്നത് ഒപ്പം അടുപ്പിച്ചൊന്നും ചെയ്യേണ്ട, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇനി വരുന്ന നമ്മുടെ എക്സാം തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 1.5 2 ആഴ്ച നമ്മൾ കൂടുതലും പ്രിലിംസ് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മെയിൻസിന് വേണ്ടി നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും കാണുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ കൂടരുത് ഒരിക്കലും. മെയിൻസിന് വേണ്ടി ചിലവഴിക്കുന്ന സമയം കൂടുതൽ നമ്മൾ പ്രിലിംസിനാണ് ഇനി കുറച്ച് ദിവസങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ സെക്ഷൻ ടെസ്റ്റ് എടുക്കുക. നമ്മൾ ഏതിലാണ് വീക്ക് അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഒരു എക്സാമിന് നമ്മൾ ചില വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ മാത്സിന് ഫസ്റ്റ് സിംപ്ലിഫിക്കേഷൻ തുടങ്ങുക, എന്നിട്ട് DI തുടങ്ങുക. അങ്ങനെ ഒരിക്കലും ഞാനിവിടെ പറയില്ല. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ, നമ്മൾ ഏതിലാണോ ഓക്കെ, ഇപ്പോൾ കോണ്ട് എടുത്ത് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്കാണ് നമ്മളെ അറിയാം. ഓക്കെ, അങ്ങനെ. പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ മാക്സിമം ടെൻഷൻ, ഇപ്പോൾ എല്ലാവർക്കും ടെൻഷനായിരിക്കും കൂടുതൽ. മാക്സിമം ടെൻഷൻ ഒഴിവാക്കുക. പിന്നെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് 72 ആണ് കട്ട് ഓഫ്. 72ക്ക് മുകളിൽ എന്തായാലും പോവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സേഫ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ 85 ആയിരിക്കണം. ഇത് 100% അക്യുറസി. ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾ അക്യുറസി വെച്ചിട്ടായിരിക്കണം നമ്മൾ ചെയ്യുക. അപ്പോൾ എക്സാം എല്ലാവരും നന്നായി അറ്റൻഡ് ചെയ്യുക, ഫുൾ അക്യുറസിയിൽ ചെയ്യുക, ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, എല്ലാം റെഡി. അപ്പോൾ എല്ലാവരും ക്വാളിഫൈ.